ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഡെയിലി വ്ളോഗ്സ്. ഈ കഴിഞ്ഞ 2-3 ദിവസത്തെ എല്ലാം കൂടിയിട്ട് ഞാനൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ജെൻഡർ റിവീൽ പാർട്ടിയുടെ വ്ളോഗ്സും ഉണ്ട്. അതെല്ലാം കൂടിയിട്ടൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി. ഗുഡ് മോർണിംഗ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. സോ ഇന്ന് ഞാനൊരു ട്യൂണ സാൻഡ്വിച്ച് ഉണ്ടാക്കി. അതിനകത്ത് ട്യൂണ ഉണ്ട് വിത്ത് മയോ, ചെറി ടൊമാറ്റോസ്, ലെറ്റസ് ആൻഡ് കുക്കമ്പർ. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഹോൾ വേ ശരിയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹോൾ വേയിൽ ഫസ്റ്റ് ഒരു റേഡിയേറ്റർ ഉണ്ട്, അതിനൊരു റേഡിയേറ്റർ കവർ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ പിന്നെ എല്ലാം നമ്മൾ തന്നെ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ വാങ്ങിയ സാധനം സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച പോലെയല്ല, കുറച്ചധികം ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട് അവർ. ഞാൻ കുറച്ചുകൂടെ അവർ ചെയ്തിട്ടാവും തരിക, അവസാനത്തെ ഒരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം ആദ്യം മുതൽ. ഇതിപ്പോൾ ഏതാണോ കേട്ടാ, എന്തായാലും ഞങ്ങൾ ചെയ്തെല്ലാം സെറ്റാക്കി. ഈ മിറർ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോവുക. റേഡിയേറ്റർ കവർ ഓൾറെഡി സെറ്റായി. ഇത് ഇന്നലെ നമ്മൾ റേഞ്ചിൽ നിന്ന് വാങ്ങിയ എന്താ. ഓക്കെ, ഹോൾവേ എല്ലാം ശരിയായിരിക്കുകയാണ്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്നൊരു ഡെമോ എടുത്തിട്ടാണ് ഇത് ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ഒരു ഹോൾവേ. അപ്പോൾ അതുപോലെ ചെയ്യാനാണ് നോക്കിയത്. അതേപോലെയൊക്കെയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുങ്കിയുടെ ബെഡ്റൂമിനുള്ള കാര്യങ്ങൾ നോക്കാം. അവളുടെ കുറേ ഡ്രസ്സുകൾ വെക്കുന്ന ഒരു വാർഡ്രോബ് വാങ്ങി. ഇനി അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇതേപോലെയൊന്നും ആയിരുന്നില്ല, ഒരുപാട് ഉണ്ടായിരുന്നു. ഇത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കുഞ്ഞു പീസുകളായിരുന്നു. അതൊക്കെ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് ഇതിനൊരു അന്ത്യമില്ലേ. ആ സ്ക്രൂ ഡ്രൈവർ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ചുങ്കിയുടെ അച്ഛൻ എനിക്ക് UK വരുമ്പോൾ തന്നുവിട്ടതാണ്. നമ്മൾ ഇത്രയും ഉപകാരം അതുകൊണ്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഒരുപാട് ഉപകാരമുള്ളൊരു സാധനം. നമുക്കൊരു ടൂൾ കിറ്റ് പോലും വാങ്ങേണ്ട ആവശ്യം വന്നില്ല. ഇതാണ് അസംബിൾ ചെയ്യേണ്ട മാനുവൽ. ഇതിപ്പോൾ ലാസ്റ്റത്തെ സ്റ്റെപ്പായി. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ അസംബിൾ ചെയ്ത് ഞാനും ചുങ്കിയും കൂടി റൂമിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സാവിയുടെയും നിമിഷയുടെയും ജെൻഡർ റിവീൽ പാർട്ടിക്കാണ്. അവർക്ക് ഉണ്ടാകുന്ന കുട്ടിയുടെ എന്തായാലും നമ്മൾ റെഡിയൊന്നും ആയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട്, കാരണം അവിടെ കുറച്ച് പണികളുണ്ട്, കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മീൻസ് ഡ്രസ്സ് മാറ്റി വൃത്തിയിൽ പരിപാടിക്ക് നിൽക്കണമല്ലോ. അപ്പോൾ അതുവരെ നമ്മൾ പണി ഡ്രസ്സാണ് ഇട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻജോയ്മെൻറ്റും അതുപോലെ പാർട്ടി എങ്ങനെയായിരുന്നു, ഗെയിംസ് ഉണ്ട്, അതെല്ലാം അശ്വന്താണ് നോക്കുന്നത്. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വരുന്ന വഴി ഞങ്ങളൊരു കാർ വാഷ് കണ്ടു. ഞങ്ങൾ സ്ഥിരം കാർ വാഷ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ വഴി വന്നതല്ലേ, ഞങ്ങളിപ്പോൾ വീട് മാറിയതുകൊണ്ട് കുറച്ച് അകലെയാണ് ഈ സ്ഥലത്തുനിന്ന്. ഈ വഴി ഞാൻ പോകണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാർ വാഷ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് വേറെ കാർ വാഷ് ഷോപ്പ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട്. എന്തായാലും ഞങ്ങൾ സിറ്റി സെന്ററിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം വരുന്ന കാർ വാഷിൽ വന്ന് വാഷ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ത്രില്ലിംഗ് ആണ്. വാഷ് ആൻഡ് ഗോ ആണ് സംഭവം. ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ അവർ വാഷ് ചെയ്ത് പതപ്പിച്ച്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടില്ല, നമ്മൾ വണ്ടി ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടും, അവർ വാഷ് ചെയ്ത് തരും. അത് ഇവിടെ എനിക്ക് തോന്നുന്നു ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇത് മാനുവലി ആണ് ഇവർ ചെയ്യുന്നത്. കുറച്ചുകൂടി ചീപ്പാണ്. പിന്നെ ഇവർ നന്നായി ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും വാഷ് ചെയ്യുന്ന ഇവിടെ ആയതുകൊണ്ട് വിശ്വാസം നന്നായി ചെയ്യുന്നു. നമ്മുടെ ടേൺ എത്തി. ഇനി അടുത്ത് നമ്മുടെ വാഷ്. ഇപ്പൊ ഞാൻ ജനല് തുറന്ന എങ്ങനെ ഇരിക്കും? ജസ്റ്റ് തുറന്നു നോക്കാം, അപ്പൊ അറിയാം. നമ്മളെ പതപ്പിച്ചോണ്ടിരിക്കുകയാണ് മൊത്തമായിട്ട്. ഈ സൈഡിൽ അപ്പൊ മനസ്സിലാവും. മൊത്തമായി പതപ്പിച്ച്. അയ്യോ, ചുറ്റുള്ള നമുക്കൊന്നും കാണാൻ പറ്റില്ല. അയ്യോ അയ്യോ, ക്ലീനിങ് അല്ലേ? ഇങ്ങനെ ഇരിക്കുന്നതെന്ന്
അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് കാർ വാഷ് ചെയ്യുന്ന അവിടെ നിന്ന് നല്ല ഒരു കാർ ഫ്രഷ്നർ കിട്ടി. അപ്പോൾ ഞങ്ങൾ പാർട്ടി നടക്കുന്ന വീട്ടിലെത്തി. ഇവിടെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. രാഹുൽ ഇവിടെ അതേ ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്താവോ എന്തോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഡെക്കോർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും രാഹുലും അശ്വന്തും കൂടെ ഫുഡ് പിക്ക് ചെയ്യാൻ പോയി. ഹായ്, ഞങ്ങളിപ്പോൾ ടേസ്റ്റ് ഓഫ് മലബാറിലാണ്. ഫുഡ് കളക്ട് ചെയ്യാൻ വന്നു പാർട്ടിക്ക് വേണ്ടിയിട്ട്. ഫുഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് സാവിനെയും നിമിഷനെയും പിക്ക് ചെയ്തിട്ട് പാർട്ടി നടക്കുന്ന ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോകും. ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. ഇത് ഫുഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സാവിനെയും നിമിഷനെയും പിക്ക് ചെയ്യാൻ പോവുകയാണ്. അവരുടെ ഫ്ലാറ്റ് എത്താറായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവരെ പിക്ക് ചെയ്തു. ബാക്കി തല മനസ്സിലാവും. അതിന് ഞാൻ പിടിക്കും. തലേന്ന് മനസ്സിലാവും. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയ ഇല്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നിമിഷം എക്സൈറ്റഡ് ആണ്. അവളുടെ മുഖത്തിൽ നിന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദേ പാർട്ടി നടക്കുന്ന വീടെത്തി, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ. അപ്പോൾ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോയപ്പോൾ ഉണ്ടായിരുന്നവരല്ല, ഇപ്പോൾ ദേ വേറെ കുറേ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ ജെൻഡർ റിവീൽ പ്ലാനാണ്. ശരിക്കും ഇതല്ല. അപ്പോൾ രാഹുൽ എല്ലാവർക്കും ബലൂണൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു 5 പേരുടെ കയ്യിൽ ബലൂൺ ഇരിപ്പുണ്ട്. അതിൽ ഇവർക്കറിയില്ല, ഇവരുടെ വിചാരം ഇതാണ് ശരിക്കുള്ള ജെൻഡർ റിവീലാണെന്ന്. പക്ഷേ ഇത് 2 ബോയും 2 ഗേളും പിന്നെ ലാസ്റ്റുള്ള ആ വലിയ ബലൂണിൽ ഗെസ് ചെയ്യാനാണ് ഇവരുടെ വിചാരം. അതിൽ ശരിക്കുള്ള ജെൻഡർ ഉണ്ടെന്നാ. പക്ഷെ അതല്ല. ബോയ് 1 ബോയ് 1 ഡൗൺ. ചിങ്കി ചക്കി ചാക്കി ചിങ്കി ചാക്കി 2 ബോയ് ആയി. എവിടെ ചൂറ്റുപോയി. ഓക്കെ, ഇത് പൊട്ടിക്കണതിന് മുന്നേ സാവിക്ക് ആരാവണമെന്നാണ്. ഓക്കെ, നിമിഷയ്ക്ക് എന്താണ് ഗേൾ? ഓക്കെ, പൊട്ടിച്ചോളൂ. അപ്പോൾ അതിലും അവർക്ക് ജെൻഡർ അറിയാൻ പറ്റിയില്ല. ഇതല്ല ശരിക്കും പ്ലാൻ. അടുത്ത ജെൻഡർ റിവീൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു ഇവർക്ക്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ അടുത്ത ജെൻഡർ റിവീലിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. സാവി തുടങ്ങല്ലേ? ഓക്കെ, തുറന്നേ. യെസ്, വാട്സ് ഇറ്റ്? So what's it? It's a girl. Okay, മാറ്റി വെച്ചോ. സാവികൾ തുടങ്ങിക്കോ. സാവിയെ സൂക്ഷിക്കണേ. തുറക്ക്. എന്താണത്? It's a girl too. അപ്പോ 2 girls ആയി. നീ സൈഡ്, ആ സൈഡ്. It's a boy. Savi. Okay. So, last one. The decider. രണ്ടുപേരും ഒരുമിച്ച്.
നമുക്ക് മനസ്സിലായില്ല. Congratulations, it's a baby girl. അങ്ങനെ ജെൻഡർ റിവീൽ കലാപരിപാടിക്ക് ശേഷം ഞങ്ങൾ ദാ ഇവിടെ ഗെയിമിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ബിയർ പോങ് ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അതിനുശേഷം വേറെ 2 ഗെയിം കൂടെ കളിച്ചു. അത് വീഡിയോയിലില്ല. ഗെയിം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാനും എൻഗേജ്ഡ് ആയിപ്പോയി. എനിക്കും അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഫണ്ണായിരുന്നു. ഇതോടുകൂടെ ഈ വീഡിയോ തീരുവാണ്. ഹായ്, വെൽക്കം ബാക്ക്. രാത്രി നമ്മൾ ചപ്പാത്തിയും ബീഫാണ് കഴിക്കാൻ പോകുന്നത്. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ബീഫ് ഞാൻ ഓൾറെഡി കുറച്ച് മുന്നേ റെഡിയാക്കി. ബീഫ് കറി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ബീഫ് ഉലർത്താക്കി മാറ്റി. യമി യമി. Yeah. നമ്മുടെ ഇരിക്കുന്ന ചപ്പാത്തി സെറ്റാണ്. അതിനെ കുറച്ച് നേരം അടച്ചു വയ്ക്കുന്നു. ഇനി ഒരു 10 to 15 minutes കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. പക്ഷെ അതിന് മുന്നേ ഈ ഒരു ടൈമിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ബാക്കിലൊരു പാർക്കുണ്ട്, അവിടേക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു, ചപ്പാത്തി പരത്തി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ രാത്രിയിലെ പ്ലാൻ. നമ്മൾ നടന്ന് ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നടക്കാനുണ്ട് ഇങ്ങോട്ട്. സ്കൂളിനടുത്തായിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആ വഴി നമുക്ക് സിറ്റി സെൻറ്ററിലേക്ക് എത്താം. പിന്നെ ഞങ്ങൾ ബാക്കി തിരിച്ച് വീട്ടിലോട്ട് നടക്കട്ടെ. കുറച്ചധികം like an overbridge. Yeah, kind of. പക്ഷേ നടക്കാൻ മാത്രം പറ്റും. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു 10 minutes ആയി. എന്നുവെച്ചിപ്പോൾ അപ്പോൾ തിരിച്ച് ഞങ്ങൾ ആ പാർക്കിൽ വെറുതെ ചെന്നിരുന്ന് കുറച്ച് നേരം എന്നിട്ട് വീട്ടിൽ പോകും. എന്നിട്ട് ചപ്പാത്തി ബീഫും കഴിക്കും. ഹായ്, അപ്പം ഞങ്ങൾ തിരിച്ചെത്തി. രാഹുൽ ഇവിടെ ഇതേ ചപ്പാത്തി പരത്താൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡിന്നറായിട്ട് കാണാം. ഞാനിവിടെ പാനൊക്കെ അടുപ്പിൽ വെച്ചിട്ട് പയ്യെ പരത്താൻ സ്റ്റാർട്ട് ചെയ്തത്. രാഹുൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ബാക്കി കൂടെ സെറ്റാക്കട്ടെ. ഓക്കെ, ഇത്രയും ചപ്പാത്തി കാസർഗോഡ് നിറയെ ചപ്പാത്തി ഉണ്ടാക്കി. ചിങ്ങന്തിയ ഉള്ളിയരിയ ഫോർ ബീഫ്. അങ്ങനെ ഡിന്നറെല്ലാം റെഡിയാക്കി ഞങ്ങൾ ഇതാ ഇവിടെ കഴിക്കാനിരുന്നു. മുന്നത്തെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു 1 BHK ആയിരുന്നു. അപ്പോൾ ഹോളിനോട് ചേർന്ന് തന്നെയായിരുന്നു കിച്ചണും ഉണ്ടായിരുന്നത്. അവിടെ പിന്നെ ഫുഡ് ഡയറക്റ്റ് എടുക്കുന്നു. ഞങ്ങൾ ആ ലിവിങ് റൂമിൽ തന്നെ ഇരുന്ന് TV ഒക്കെ കണ്ട് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്നു. ഇവിടെ പക്ഷേ എന്ത് വന്നാലും രാഹുലിനി ഫുഡ് ലിവിങ് സ്പേസിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ വീട് മാറിയതിന് ശേഷം ഞങ്ങൾ പ്രോപ്പറായിട്ടൊരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടിരുന്ന് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ആ പറഞ്ഞ പോലെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഡ്രൈ ആയിരുന്നു. ചപ്പാത്തിയും ബീഫ് ഉലർത്തുമായിരുന്നല്ലോ. അപ്പം ഞങ്ങൾക്ക് തോന്നി എന്തെങ്കിലും ഗ്രേവി കൂടെ ആവാമായിരുന്നു. ഡിന്നർ കഴിഞ്ഞു, ഇതാ ഞങ്ങളിവിടെ വന്നിരിക്കുന്നു. ഇനി വേറെ ബാക്കി വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വ്ളോഗിൽ കാണിക്കാം. ഇത് ജസ്റ്റ് കുട്ടി കുട്ടി ഡെയിലി വ്ളോഗ്സ് ആണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട്. ഞങ്ങളുടെ വീക്ക് ഡേയ്സ് എപ്പോഴും നോർമലായിരിക്കും, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാറില്ല. രാവിലെ എണീറ്റ് വർക്ക് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കി കഴിക്കുന്നു, ഈവനിങ് വീണ്ടും ബ്രേക്ക് എടുക്കുന്നു, നടക്കാൻ പോകും ചിലപ്പോൾ, ഇല്ലെങ്കിൽ ജിമ്മിൽ പോവും, ഡിന്നർ കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു. ഇതൊക്കെ തന്നെ വീക്ക് ഡേയ്സിൽ നടക്കുന്നത്. ഫ്രണ്ട്സിനൊക്കെ ഞങ്ങൾ വീക്കെൻഡ്സാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ മൊമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും തൽക്കാലം ഐ എം സൈനിങ് ഓഫ് ആൻഡ് ഗുഡ് നൈറ്റ്.